ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവവചനം 2 സാമുവേലിൻ്റെ പുസ്തകത്തിനുള്ള വായന 1-ാം അധ്യായം 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. സാവുളിൻ്റെ മരണവാർത്ത. സാവുളിൻ്റെ മരണത്തിന് ശേഷം ദാവീദ് അമലേക്യരെ കീഴടക്കി മടങ്ങി വന്ന് സിക്ലാഗിൽ 2 ദിവസം പാർത്തു. 3-ാം ദിവസം സാവുളിൻ്റെ പാളയത്തിൽ നിന്ന് ഒരാൾ വസ്ത്രം കീറിക്കൊണ്ടും തലയിൽ പൂഴി വാരിയിട്ടുകൊണ്ടും ദാവീദിൻ്റെ അടുക്കൽ വന്നു സാഷ്ടാംഗം നമസ്കരിച്ചു. നീ എവിടെ നിന്ന് വരുന്നു എന്ന് ദാവീദ് ചോദിച്ചതിന്, ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഞാൻ ഓടിപ്പോന്നിരിക്കുകയാണ് എന്ന് അവൻ മറുപടി നൽകി. ദാവീദ് വീണ്ടും ചോദിച്ചു, എന്തുണ്ടായി? പറയൂ. അവൻ മറുപടി പറഞ്ഞു, നമ്മുടെ സൈന്യം തോറ്റോടി, ഒട്ടേറെ പേർ മരിച്ചു വീണു, സാവുളും മകൻ ജോനാഥനും കൊല്ലപ്പെട്ടു. ദാവീദ് അവനോട് ചോദിച്ചു, സാവൂളും ജോനാഥനും മരിച്ചെന്ന് നീ എങ്ങനെ അറിഞ്ഞു? അവൻ പറഞ്ഞു, യദൃശ്ചയാ ഞാൻ ഗിൽബോവ കുന്നിലെത്തി. അവിടെ സാവൂൾ കുന്തം ഊന്നി നിൽക്കുന്നതും ശത്രുക്കളുടെ രഥങ്ങളും കുതിരപ്പടയും അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നതും ഞാൻ കണ്ടു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ കണ്ട് എന്നെ വിളിച്ചു. ഞാൻ വിളിക്കേട്ടു. അവൻ ചോദിച്ചു, നീ ആരാണ്? ഒരു അമലേക്യൻ. ഞാൻ മറുപടി പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, വന്ന് എന്നെ കൊല്ലുക. ഞാൻ ഇതാ വേദന കൊണ്ട് നീറുന്നു, എൻ്റെ പ്രാണൻ വിട്ടുപോകുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അടുത്ത് ചെന്ന് അവനെ വധിച്ചു. അവൻ വീണുപോയാൽ മരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അവൻ ധരിച്ചിരുന്ന കിരീടവും തോൾവലയും ഞാൻ എടുത്തു. ഇതാ അവ അങ്ങയുടെ അടുക്കൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ദാവീദ് ദുഃഖാതിരേകത്താൽ വസ്ത്രം കീറി. കൂടെയുള്ളവരും അങ്ങനെ ചെയ്തു. സാവൂളും മകൻ ജോനാഥനും കർത്താവിൻ്റെ ജനമായ ഇസ്രായേൽ കുടുംബാംഗങ്ങളും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിനാൽ അവർ ദുഃഖിച്ച് വിലപിക്കുകയും സന്ധ്യ വരെ ഉപവസിക്കുകയും ചെയ്തു. വിവരം പറഞ്ഞ യുവാവിനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ദാവീദ് ചോദിച്ചതിന്, ഇവിടെ വന്ന് പാർക്കുന്ന ഒരു അമലേക്യൻ എന്ന് അവൻ ഉത്തരം നൽകി. ദാവീദ് അവനോട് ചോദിച്ചു, കർത്താവിൻ്റെ അഭിഷിക്തനെ വധിക്കാൻ കൈ നീട്ടുന്നതിന് നീ എങ്ങനെ ധൈര്യപ്പെട്ടു? ദാവീദ് സേവകരിൽ ഒരുവനെ വിളിച്ച് അവനെ കൊന്നുകളയുക എന്ന് ആജ്ഞാപിച്ചു. അവൻ അമലേക്യനെ വധിച്ചു. ദാവീദ് അമലേക്യനോട് പറഞ്ഞു, നിന്റെ രക്തത്തിന് ഉത്തരവാദി നീ തന്നെ. കർത്താവിൻ്റെ അഭിഷിക്തനെ ഞാൻ കൊന്നുവെന്ന് നിന്റെ വായി കൊണ്ട് തന്നെ നീ നിനക്കെതിരെ സാക്ഷ്യം പറഞ്ഞുവല്ലോ. ദാവീദിൻ്റെ വിലാപം. സാവൂളിനെയും മകൻ ജോനാഥനെയും കുറിച്ച് ദാവീദ് ഒരു വിലാപഗാനം പാടി. യൂദാജനങ്ങളെ അത് പഠിപ്പിക്കണമെന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു. യാഷാറിൻ്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേലേ, നിന്റെ മഹത്വം നിന്റെ ഗിരികളിൽ നിഹതമായി ശക്തന്മാർ നിബന്ധിച്ചതെങ്ങനെ? ഗത്തിൽ ഇത് പറയരുത്, അഷ്കലോൺ തെരുവുകളിൽ ഇത് പ്രസിദ്ധമാക്കരുത്. ഫിലിസ്ത്യ പുത്രിമാർ സന്തോഷിക്കാതിരിക്കാനും വിജാത്യപുത്രിമാർ ആർപ്പിടാതിരിക്കാനും തന്നെ. ഗിൽബോ പർവ്വതങ്ങളെ, നിങ്ങളിൽ മഞ്ഞോ മഴയോ പെയ്യാതിരിക്കട്ടെ. നിങ്ങളുടെ നിലങ്ങൾ ഫലശൂന്യമാകട്ടെ. എന്തെന്നാൽ അവിടെയല്ലോ ശക്തന്മാരുടെ പരിച അവഹേളിക്കപ്പെട്ടത്. അവിടെയല്ലോ സാവൂളിൻ്റെ പരിച എണ്ണ പുരട്ടാതെ കിടന്നത്. നിഹതന്മാരുടെ രക്തത്തിൽ നിന്നും ശക്തന്മാരുടെ മേധസ്സിൽ നിന്നും ജോനാഥൻ്റെ വില്ല് പിന്തിരിഞ്ഞില്ല. സാവൂളിൻ്റെ വാൾ വൃഥ പിൻവാങ്ങിയില്ല. സാവൂളും ജോനാഥനും പ്രിയരും പ്രാണപ്രിയരും, ജീവിതത്തിലും മരണത്തിലും അവർ വേർപിരിഞ്ഞില്ല. കഴുകനേക്കാൾ വേഗമുള്ളവർ, സിംഹത്തേക്കാൾ ബലമുള്ളവർ. ഇസ്രായേൽ പുത്രിമാരെ, സാവൂലിനെ ചൊല്ലി കരയുവിൻ. അവൻ നിങ്ങളെ മോടിയായി കടും ചെമ്മ് പിടിപ്പിച്ചു, ആടകളിൽ പൊന്നാഭരമണിയിച്ചു. യുദ്ധത്തിൽ ശക്തന്മാർ വീണതെങ്ങനെ? നിന്റെ ഗിരികളിൽ ജോനാഥൻ വധിക്കപ്പെട്ടു കിടക്കുന്നു. സോദര ജോനാഥൻ, നിന്നെയോർത്ത് ഞാൻ ദുഃഖിക്കുന്നു. നീ എനിക്ക് അതിവത്സലനായിരുന്നു. എന്നോടുള്ള നിന്റെ സ്നേഹം സ്ത്രീകളുടെ പ്രേമത്തേക്കാൾ അഗാധമായിരുന്നു. ശക്തന്മാർ വീണുപോയതും ആയുധങ്ങൾ തകർന്നു പോയതും എങ്ങനെ? 2 സാമുവേലിൻ്റെ പുസ്തകത്തിനുള്ള വായന 2-ാം അധ്യായം 1 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ദാവീദ് അഭിഷിക്തൻ. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു,
യൂദായിലെ ഏതെങ്കിലും നഗരത്തിലേക്ക് ഞാൻ പോകണമോ? പോകൂ, കർത്താവ് മറുപടി നൽകി. ദാവീദ് വീണ്ടും ചോദിച്ചു, ഏത് നഗരത്തിലേക്കാണ് പോകേണ്ടത്? ഹെബ്രോനിലേക്ക്, അവിടുന്ന് അരുളി ചെയ്തു. ദാവീദ് അങ്ങോട്ട് പോയി. ജസ്രയേൽക്കാരി അഹീനോവം, കാർമൽക്കാരൻ നാബാലിൻ്റെ വിധവ അബിഗായിൽ എന്നീ 2 ഭാര്യമാരും അവനോടൊപ്പം ഉണ്ടായിരുന്നു. അവൻ തൻ്റെ ആളുകളെയും സക്കുടുംബം കൊണ്ടുപോയി. അവർ ഹെബ്രോനിൻ്റെ ചുറ്റുമുള്ള പട്ടണങ്ങളിൽ പാർത്തു. യൂദായിലെ ജനങ്ങൾ വന്ന് ദാവീദിനെ തങ്ങളുടെ രാജാവായി അഭിഷേകം ചെയ്തു. യാബേഷ് ഗിലെയാദിലെ ആളുകളാണ് സാവൂളിനെ സംസ്കരിച്ചതെന്ന് അവർ ദാവീദിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് ദൂതന്മാരയച്ച് യാബേഷ് ഗിലെയാദിലെ ആളുകളോട് പറഞ്ഞു, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ രാജാവായ സാവൂളിൻ്റെ ശവസംസ്കാരം നടത്തി അവനോട് നിങ്ങൾ ഇത്രയും ദയ കാണിച്ചിരിക്കുന്നുവല്ലോ. കർത്താവ് നിങ്ങളോട് ദയയും വിശ്വസ്തതയും കാണിക്കുമാറാകട്ടെ. നിങ്ങൾ ഇത് ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളോട് ദയ കാണിക്കും. നിങ്ങളുടെ കരങ്ങൾ ശക്തമായിരിക്കട്ടെ, ധീരന്മാരായിരിക്കുവിൻ. നിങ്ങളുടെ യജമാനനായ സാവൂൾ മരിച്ചു. യൂദാഭവനം തങ്ങളുടെ രാജാവായി എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നേരിൻ്റെ മകനും സാവൂളിൻ്റെ സൈന്യാധിപനുമായ അബ്നേർ സാവൂളിൻ്റെ മകൻ ഇഷ്ബോശെത്തിനെ മഹനീമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. അബ്നേർ അവന് ഗിലെയാദ്, ആഷേർ, ജസ്രയേൽ, എഫ്രായിം, ബഞ്ചമിൻ തുടങ്ങി ഇസ്രായേൽ മുഴുവനിലും രാജാവായി വാഴിച്ചു. രാജാവാകുമ്പോൾ സാവൂളിൻ്റെ മകൻ ഇഷ്ബോശെത്തിന് 40 വയസ്സായിരുന്നു. അവൻ 2 വർഷം ഭരിച്ചു. എന്നാൽ യൂദാഭവനം ദാവീദിനോട് ചേർന്നു നിന്നു. ദാവീദ് യൂദാഭവനത്തിൽ രാജാവായി ഹെബ്രോനിൽ 7 വർഷവും 6 മാസവും ഭരിച്ചു. നേരിൻ്റെ മകൻ അബ്നേറും സാവൂളിൻ്റെ മകനായ ഇഷ്ബോശെത്തിൻ്റെ ദാസന്മാരും മഹനീമിനിൽ നിന്ന് ഗിബെയോനിലേക്ക് പോയി. സെരൂയയുടെ മകൻ യോവാബും ദാവീദിൻ്റെ ഭൃത്യന്മാരും ഗിബെയോനിലെ കുളത്തിനരികെ വച്ച് അവരെ കണ്ടുമുട്ടി. അവർ കുളത്തിനിരുവശത്തായി ഇരുന്നു. അബ്നേർ യോവാബിനോട് പറഞ്ഞു, യുവാക്കൾ എഴുന്നേറ്റ് നമ്മുടെ മുമ്പാകെ പയറ്റി നോക്കട്ടെ. അങ്ങനെയാകട്ടെ, യോവാബ് പ്രതിവചിച്ചു. സാവൂളിൻ്റെ മകൻ ഇഷ്ബോശെത്തിൻ്റെ ഭാഗത്തു നിന്ന് ബഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട 12 പേർ എഴുന്നേറ്റ് ദാവീദിൻ്റെ ഭൃത്യന്മാരിൽ 12 പേരുമായി ഏറ്റുമുട്ടി. ഓരോരുത്തരും എതിരാളിയെ തലയ്ക്ക് പിടിച്ച് അവൻ്റെ പള്ളയ്ക്ക് വാൾ കുത്തിയിറക്കി. അങ്ങനെ അവരെല്ലാം ഒരുമിച്ച് മരിച്ചു വീണു. ഇതുകൊണ്ട് ഗിബെയോനിലെ ആ സ്ഥലത്തിന് ഹെൽക്കത്ത് ഹസ്സുറിം എന്ന് പേരുണ്ടായി. അന്നത്തെ യുദ്ധം അത്യുഗ്രമായിരുന്നു. ദാവീദിൻ്റെ ഭൃത്യന്മാരുടെ മുമ്പിൽ അബ്നേറും ഇസ്രായേൽക്കാരും തോറ്റോടി. യോവാബ്, അബിഷായി, അസഹേൽ ഇങ്ങനെ സെരൂയയുടെ 3 പുത്രന്മാരും അവിടെയുണ്ടായിരുന്നു. അഹ്സേൽ കാട്ടുമാനിനെ പോലെ ശീഘ്രഗാമിയായിരുന്നു. അസഹേൽ ഇടം വലം തിരിയാതെ അബ്നേറിനെ പിന്തുടർന്നു. അബ്നേർ പിറകോട്ട് തിരിഞ്ഞു ചോദിച്ചു, ഇത് നീയോ അസഹേലേ? അതെ, ഞാൻ തന്നെ, അവൻ പറഞ്ഞു. അബ്നേർ അവനോട് പറഞ്ഞു, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് യോദ്ധാക്കളിൽ ആരെയെങ്കിലും കൊള്ളയടിച്ചു കൊള്ളുക. എന്നാൽ അസഹേൽ പിന്മാറാതെ അവന് പിന്തുടർന്നു. അബ്നേർ അസഹേലിനോട് വീണ്ടും പറഞ്ഞു, എന്നെ പിന്തുടരുന്നത് മതിയാക്കൂ. ഞാൻ നിന്നെ എന്തിനു കൊല്ലണം? ഞാൻ നിന്റെ സഹോദരൻ യോവാബിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും? എന്നിട്ടും അവൻ വിട്ടുമാറാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് അബ്നേർ തൻ്റെ കുന്തത്തിൻ്റെ പിൻഭാഗം കൊണ്ട് അവൻ്റെ വയറിന് കുത്തി. വയറ് തുളച്ച് കുന്തം പുറത്തു ചാടി. അവൻ അവിടെ തന്നെ മരിച്ചു വീണു. അവിടെ എത്തിയവരെല്ലാം സ്തബ്ധരായി നിന്നുപോയി. എന്നാൽ യോവാബും അബിഷായിയും അബ്നേറിനെ പിന്തുടർന്നു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ ഗിബെയോൻ മരുഭൂമിയിലേക്ക് ഉള്ള വഴി മധ്യേ കിടക്കുന്ന ഗിയായുടെ മുമ്പിൽ സ്ഥിതി ചെയ്യുന്ന അമ്മായിൽ നിലയുറപ്പിച്ചു. അബ്നേർ യോവാബിനോട് വിളിച്ചു പറഞ്ഞു, നാം എന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണമോ? അവസാനം കൈപ്പേറിയതായിരിക്കുമെന്ന് നിനക്കറിഞ്ഞുകൂടെ? സഹോദരന്മാരെ അനുധാവനം ചെയ്യരുതെന്ന് നിന്റെ ആൾക്കാരോട് ആജ്ഞാപിക്കാൻ ഇനി വൈകണമോ? യോവാബ് മറുപടി നൽകി, നീ ഇത് പറയാതിരുന്നെങ്കിൽ എൻ്റെ ആൾക്കാർ നാളെ രാവിലെ വരെ നിങ്ങളെ പിന്തുടരുമായിരുന്നെന്ന്
ജീവനുള്ള ദൈവത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അങ്ങനെ യോവാബ് കാഹളമൂതി. ആളുകൾ നിന്നു. അവർ പിന്നെ ഇസ്രായേൽക്കാരെ അനുധാവനം ചെയ്യുകയോ അവരോട് പൊരുതുകയോ ചെയ്തില്ല. അബ്നേരും അവൻ്റെ ആളുകളും അന്ന് രാത്രി മുഴുവൻ അരാബ വഴി നടന്നു. അവർ ജോർദാൻ കടന്ന് പിറ്റേ ദിവസം ഉച്ചവരെ യാത്ര ചെയ്ത് മഹനയിമിലെത്തി. അബ്നേരിനെ പിന്തുടരുന്നത് മതിയാക്കി യോവാബ് തിരിച്ചു പോന്നു. അവൻ തൻ്റെ ആളുകളെയെല്ലാം ഒരുമിച്ച് കൂട്ടിയപ്പോൾ അസഹേലിനെ കൂടാതെ ദാവീദിൻ്റെ ഭൃത്യന്മാരിൽ 19 പേർ കുറവുണ്ടായിരുന്നു. ദാവീദിൻ്റെ സേവകരാകട്ടെ അബ്നേരിൻ്റെ ആളുകളായ ബെഞ്ചമിൻ ഗോത്രക്കാരിൽ 360 പേര് വധിച്ചിരുന്നു. അവർ അസഹേലിനെ ബത്ലഹേമിൽ അവൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തു. യോവാബും ആളുകളും രാത്രി മുഴുവൻ നടന്ന് നേരം പുലർന്നപ്പോൾ ഹെബ്രോനിലെത്തി. 2 സാമുവേലിൻ്റെ പുസ്തകത്തിനുള്ള വായന 3-ാം അധ്യായം 1 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ശൗലിൻ്റെ ഭവനവും ദാവീദിൻ്റെ ഭവനവും തമ്മിൽ നീണ്ട യുദ്ധം നടന്നു. ദാവീദ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ശൗലിൻ്റെ കുടുംബമോ അടിക്കടി ക്ഷയിച്ചു വന്നു. ദാവീദിൻ്റെ പുത്രന്മാർ ദാവീദിന് ഹെബ്രോനിൽ വെച്ച് പുത്രന്മാർ ജനിച്ചു. ജസ്രയേൽക്കാരി അഹിനോവാമിൻ ജനിച്ച അമ്നോൻ ആയിരുന്നു ഒന്നാമൻ. കാർമൽക്കാരൻ നാബാലിൻ്റെ വിധവയായിരുന്ന അബിഗായേലിൽ ജനിച്ച ഗിലിയാബ് രണ്ടാമനും. മൂന്നാമനായ അബ്സലോമിനെ പ്രസവിച്ചത് ഗഷൂരിലെ രാജാവായ തൽമായിയുടെ മകൾ മാഖ ആണ്. ഹക്കിത്തിൽ 4-ാമൻ അദോനിയായും അബിതാലിൽ 5-ാമൻ സെഫത്തിയായും ഭാര്യയായ എഗ്ലായിൽ 6-ാമൻ ഇത്രയാമും ജനിച്ചു. ഇവരാണ് ഹെബ്രോനിൽ വച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാർ. ദാവീദും അബ്നേരും. ശൗലിൻ്റെ കുടുംബവും ദാവീദിൻ്റെ കുടുംബവും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ അബ്നേർ ശൗലിൻ്റെ കുടുംബത്തിൽ പ്രാബല്യം നേടിയിരുന്നു. ശൗലിന് ഒരു ഉപനാരിയുമുണ്ടായിരുന്നു. അവൾ അയ്യായുടെ മകൾ റിസ്പ ആയിരുന്നു. ഇഷ്ബോഷെത്ത് അബ്നേറിനോട് ചോദിച്ചു, നീ എൻ്റെ പിതാവിൻ്റെ ഉപനാരിയുമായി ശയിച്ചതെന്തിന്? അപ്പോൾ അബ്നേർ ക്രുദ്ധനായി പറഞ്ഞു, ഞാൻ യൂദാപക്ഷത്തെ ഒരു നായയെന്ന് നീ കരുതുന്നുവോ? നിന്റെ പിതാവായ ശൗലിൻ്റെ ഭവനത്തോടും സഹോദരന്മാരോടും സ്നേഹിതന്മാരോടും ഇന്നോളം ഞാൻ വിശ്വസ്തത പുലർത്തി. ദാവീദിൻ്റെ പിടിയിൽപ്പെടാതെ ഞാൻ നിന്നെ രക്ഷിച്ചു. എന്നിട്ടും സ്ത്രീ സംബന്ധമായ കുറ്റം എന്നിൽ ആരോപിക്കുന്നുവോ? ശൗലിൻ്റെ ഭവനത്തിൽ നിന്ന് രാജ്യമെടുത്ത് ദാൻ മുതൽ ബെർഷേബ വരെ ഇസ്രായേലിലും യൂദയായിലും ദാവീദിൻ്റെ സിംഹാസനം സ്ഥാപിക്കുമെന്ന് കർത്താവ് ദാവീദിനോട് സത്യം ചെയ്തിട്ടുള്ളത് ഞാൻ ദാവീദിന് നിറവേറ്റി കൊടുക്കാതിരുന്നാൽ ദൈവം ഈ അബ്നേറിനെ കഠിനമായി ശിക്ഷിച്ചു കൊള്ളട്ടെ. അബ്നേറിനെ അത്യധികം ഭയപ്പെട്ടതുകൊണ്ട് ഇഷ്ബോഷെത്തിന് ഒരു വാക്കുപോലും മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഹെബ്രോനിൽ ദാവീദിൻ്റെ അടുക്കലേക്ക് ദൂതന്മാരെ അയച്ച് അബ്നേർ അറിയിച്ചു, ദേശം ആർക്കുള്ളത്? എന്നോട് ഉടമ്പടി ചെയ്യുക. ഇസ്രായേൽ മുഴുവനെയും നിന്റെ പക്ഷത്ത് കൊണ്ടുവരുന്നതിന് ഞാൻ സഹായിക്കാം. ദാവീദ് മറുപടി പറഞ്ഞു, കൊള്ളാം, ഞാൻ ഉടമ്പടി ചെയ്യാം. പക്ഷേ ഒരു വ്യവസ്ഥ. എന്നെ കാണാൻ വരുമ്പോൾ ശൗലിൻ്റെ മകൾ മിഖാലിനെ ആദ്യം തന്നെ കൂട്ടിക്കൊണ്ടുവരണം. അനന്തരം ദാവീദ് ശൗലിൻ്റെ മകൻ ഇഷ്ബോഷെത്തിനോട് ദൂതന്മാരയച്ചു പറഞ്ഞു, എൻ്റെ ഭാര്യ മിഖാലിനെ തിരിച്ചു തരിക. 100 ഫിലിസ്ത്യരുടെ അഗ്രചർമ്മം കൊടുത്താണ് ഞാൻ അവളെ പരിഗ്രഹിച്ചത്. ഇഷ്ബോഷെത്ത് ആളയച്ച് ലായിഷിൻ്റെ മകനും മിഖാലിൻ്റെ ഭർത്താവുമായ ഫൽത്തിയേലിൻ്റെ അടുക്കൽ നിന്ന് അവളെ മടക്കി വരുത്തി. അവളുടെ ഭർത്താവ് കരഞ്ഞുകൊണ്ട് ബഹുരീം വരെ പിന്നാലെ ചെന്നു. അബ്നേർ അവനോട് മടങ്ങിപ്പോകൂ എന്ന് പറഞ്ഞു. അവൻ മടങ്ങിപ്പോയി. അബ്നേർ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോട് സംസാരിച്ചു, ദാവീദിനെ രാജാവായി കിട്ടാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നല്ലോ. ഇപ്പോൾ ഇതാ അങ്ങനെ ചെയ്യുവിൻ. എൻ്റെ ദാസനായ ദാവീദിൻ്റെ കരം കൊണ്ട് എൻ്റെ ജനമായ ഇസ്രായേലിനെ ഫിലിസ്ത്യരുടെയും മറ്റു ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് രക്ഷിക്കും എന്ന് കർത്താവ് ദാവീദിനോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അബ്നേർ ബെഞ്ചമിൻ ഗോത്രക്കാരോടും സംസാരിച്ചു.
ഇസ്രായേൽ ഗോത്രക്കാരുടെയും ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെയും സമ്മതം ദാവീദിനെ അറിയിക്കാൻ അബ്നേർ ഹെബ്രോനിലേക്ക് പോയി. 20 ആളുകളുമായി അബ്നേർ ഹെബ്രോനിൽ ദാവീദിൻ്റെ അടുക്കലെത്തി. അവർക്ക് വേണ്ടി ദാവീദ് ഒരു വിരുന്നൊരുക്കി. അബ്നേർ ദാവീദിനോട് പറഞ്ഞു, ഞാൻ ചെന്ന് ഇസ്രായേൽ മുഴുവനെയും എൻ്റെ യജമാനനായ ദാവീദിൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരാം. അവർ അങ്ങയോട് ഒരു ഉടമ്പടി ചെയ്യട്ടെ. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരുടെ മേൽ രാജാവായി വാഴുകയും ചെയ്യാം. ദാവീദ് അബ്നേറിനെ പറഞ്ഞയച്ചു. അവൻ സമാധാനത്തോടെ പോയി. അപ്പോൾ തന്നെ ദാവീദിൻ്റെ ദാസന്മാർ യോവാബിനോടൊപ്പം ഒരു കവർച്ച കഴിഞ്ഞ് കൊള്ളവസ്തുക്കളുമായി മടങ്ങിയെത്തി. അപ്പോൾ അബ്നേർ ഹെബ്രോനിൽ ദാവീദിനോടുകൂടി ഉണ്ടായിരുന്നില്ല. എന്തെന്നാൽ ദാവീദ് അവനെ മടക്കി അയക്കുകയും അവൻ സമാധാനത്തോടെ പോകുകയും ചെയ്തിരുന്നു. നേരിൻ്റെ മകൻ അബ്നേർ രാജാവിൻ്റെ അടുക്കൽ വന്നു. രാജാവ് അവനെ സമാധാനത്തോടെ മടക്കി അയച്ചു എന്ന് സൈന്യസമേതം മടങ്ങി വന്ന യോവാബ് അറിഞ്ഞു. യോവാബ് രാജാവിനോട് ചോദിച്ചു, അങ്ങ് ഈ ചെയ്തതെന്ത്? അബ്നേർ അങ്ങയുടെ അടുക്കൽ വന്നിരുന്നല്ലോ. അങ്ങ് അവന് വെറുതെ വിട്ടത് എന്തുകൊണ്ട്? അങ്ങയുടെ വ്യാപാരങ്ങൾ ഒറ്റുനോക്കി അങ്ങയെ വഞ്ചിക്കാനാണ് നേരിൻ്റെ മകൻ അബ്നേർ വന്നതെന്ന് അങ്ങ് അറിയുന്നില്ലേ? ദാവീദിൻ്റെ സന്നിധിയിൽ നിന്ന് പുറത്തു വന്ന യോവാബ് അബ്നേറിൻ്റെ പിന്നാലെ ദൂതന്മാരെ അയച്ചു. അവർ അവനെ സീറായുടെ കിണറ്റിനരികിൽ നിന്ന് തിരികെ കൊണ്ടുവന്നു. ദാവീദ് ഇത് അറിഞ്ഞില്ല. അബ്നേർ ഹെബ്രോനിൽ തിരിച്ചെത്തിയപ്പോൾ സ്വകാര്യം പറയുവാനെന്നോണം യോവാബ് അവനെ പടിവാതിലിലേക്ക് തനിച്ചു കൊണ്ടുപോയി. വയറ്റത്ത് കുത്തി അവനെ കൊന്ന് തൻ്റെ സഹോദരനായ അസഹേലിനെ കൊന്നതിനു പകരം വീട്ടി. ഈ വിവരമറിഞ്ഞ് ദാവീദ് പറഞ്ഞു, നേരിൻ്റെ മകൻ അബ്നേറിൻ്റെ രക്തം സംബന്ധിച്ച് എനിക്കും എൻ്റെ രാജ്യത്തിനും കർത്താവിൻ്റെ മുമ്പാകെ കുറ്റമില്ല. ഇത് യോവാബിൻ്റെയും അവൻ്റെ പിതൃഭവനത്തിൻ്റെയും മേൽ പതിക്കട്ടെ. യോവാബിൻ്റെ ഭവനത്തിൽ രക്തസ്രാവക്കാരനോ കുഷ്ഠരോഗിയോ ഊന്നുവടിയില്ലാതെ നടക്കാൻ പറ്റാത്തവനോ വാളിനിരയാകുന്നവനോ പട്ടിണി കിടക്കുന്നവനോ വിട്ടൊഴിയാതിരിക്കട്ടെ. തങ്ങളുടെ സഹോദരനായ അസഹേലിനെ അബ്നേർ ഗിബിയോനിലെ യുദ്ധത്തിൽ വച്ച് കൊന്നതുകൊണ്ട് യോവാബും സഹോദരൻ അബിയാഷിയും അവനെ കൊന്നുകളഞ്ഞു. ദാവീദ് യോവാബിനോടും കൂടെ പോയിരുന്നവരോടും കൽപ്പിച്ചു, നിങ്ങൾ വസ്ത്രം കീറി ചാക്കെടുത്ത് അബ്നേറിനെ കുറിച്ച് വിലപിക്കുവിൻ. ദാവീദ് ശവമഞ്ചത്തെ പിന്തുടർന്നു. അബ്നേറിനെ ഹെബ്രോനിൽ സംസ്കരിച്ചു. രാജാവ് കല്ലറയ്ക്കരികെ നിന്ന് ഉച്ചത്തിൽ കരഞ്ഞു. സകല ജനവും വിലപിച്ചു. അബ്നേറിനെ പ്രതി രാജാവ് ഇങ്ങനെ വിലപിച്ചു, ഭോഷനെ പോലെയല്ലയോ അബ്നേറിന് മരിക്കേണ്ടി വന്നത്? നിന്റെ കരങ്ങൾ ബന്ധിച്ചിരുന്നില്ല, നിന്റെ പാദങ്ങൾ കെട്ടിയിരുന്നില്ല. ദുഷ്ടരാൽ കൊല്ലപ്പെടുന്നവനെ പോലെയാണല്ലോ നീ കൊല്ലപ്പെട്ടത്. അവനെ ചൊല്ലി ജനം പിന്നെയും കരഞ്ഞു. ഭക്ഷണം കഴിക്കാൻ ദാവീദിനെ അന്ന് പകൽ മുഴുവൻ ജനം നിർബന്ധിച്ചു. എന്നാൽ ദാവീദ് സത്യം ചെയ്തു പറഞ്ഞു, സൂര്യാസ്തമയത്തിനു മുമ്പ് ഞാൻ എന്തെങ്കിലും ഭക്ഷിച്ചാൽ ദൈവം എന്നെ കൊന്നുകളയട്ടെ. രാജാവ് ചെയ്തതെല്ലാം ജനം ശ്രദ്ധിച്ചു. അത് അവരെ തൃപ്തരാക്കി. നേരിൻ്റെ മകനായ അബ്നേറിനെ കൊന്നത് രാജാവിൻ്റെ ഇഷ്ടപ്രകാരമായിരുന്നില്ലെന്ന് സകല ജനവും ഇസ്രായേൽ മുഴുവനും മനസ്സിലാക്കി. രാജാവ് ഭൃത്യന്മാരോട് പറഞ്ഞു, പ്രഭുവും മഹാനുമായ ഒരുവനാണ് ഇന്ന് ഇസ്രായേലിൽ മരിച്ചതെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അഭിഷിക്തനായ രാജാവെങ്കിലും ഞാൻ ഇന്ന് ബലഹീനനാണ്. സുരിയയുടെ പുത്രന്മാരായ ഇവർ എൻ്റെ വരുതിയിൽ ഒതുങ്ങാത്ത വിധം ക്രൂരന്മാർ ആത്രേ. ദുഷ്ടനോട് അവൻ്റെ ദുഷ്ടതയ്ക്ക് ഒത്തവണ്ണം കർത്താവ് പ്രതികാരം ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി.